നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളും എത്തുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കിയയുടെ ഏറ്റവും പുതിയ സിറോസ് എന്ന വാഹനമാണ്. നിരവധി പ്രത്യേകതയുള്ള നിരവധി ഫീച്ചേഴ്സ് ഓവർലോഡഡ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു സിറോസ്. ഒപ്പം തന്നെ ബേസ് മോഡൽ മുതൽ തന്നെ നിരവധി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ ഫീച്ചേഴ്സ് നിരവധി വരുമ്പോൾ ഫുൾ ഓപ്ഷൻ്റെ കാര്യം പറയണ്ടല്ലോ, അതിലും കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു 9 ലക്ഷം മുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകളാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ആദ്യ പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. അതായത് ഒരു യുണീക്കായിട്ടുള്ള ഡിസൈൻ. ആ വാഹനത്തിൻ്റെ മുൻഭാഗമായാലും പിൻഭാഗമായാലും സൈഡ് വശമാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ കണ്ടുവരുന്ന പല വാഹനങ്ങളും സാമ്യം തോന്നുമെങ്കിലും പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ നമുക്കൊരു വലിയ വാഹനം, ഒരു മസ്കുലർ ഫീലൊക്കെ തോന്നുന്ന വാഹനത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ലൈറ്റുകൾ തന്നെയാണ്. അത് മുൻഭാഗത്തെ DRL-ആണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടേൺ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടെയിൽ ലാമ്പ് ആണെങ്കിലും എല്ലാം ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. അതെല്ലാം LED ആണ്. പ്രത്യേക ഒരു ഫീല് തന്നെ, ഒരു ലുക്ക് തന്നെ അത് നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഈ ഡോർ ഹാൻഡിലാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായാണ് ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ വരുന്നത്. അത് ഈ ഒരു വാഹനത്തിലാണ് ഉള്ളത്. അത് 4 ഡോർ ഹാൻഡിലും അങ്ങനെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ അത് ആദ്യമായാണ്. ഈ ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് OTA അപ്ഡേറ്റ് ആണ്. അതായത് ഓവർ ദ എയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. ഈ ഒരു വാഹനത്തിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് OTA അപ്ഡേറ്റ് അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായാണ് ഈ ഒരു OTA അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട നാലാമത്തെ പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഇത് തന്നെയാണ്. കീ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ 4 വിൻഡോയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാഹനം നിർത്തിയിട്ടതിന് ശേഷം വാഹനത്തിലിപ്പോൾ നമ്മൾ വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ല ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വാഹനം നമുക്ക് ഇങ്ങനെ വിൻഡോ ഓപ്പൺ ചെയ്ത് സാധിക്കും. പല പ്രീമിയം വാഹനങ്ങളിൽ അടക്കം നമ്മൾ ഈ ഫീച്ചേഴ്സ് നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് ആദ്യമായാണ് ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് വാഹനത്തിൻ്റെ 4 വിൻഡോയും ക്ലോസ് ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു 4 വിൻഡോയും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഓപ്പൺ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വിൻഡോസ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആറാമത്തെ ഒരു പ്രത്യേകത അത് കീ തന്നെയുണ്ട്. മറ്റൊന്നുമല്ല, കീ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വാഹനം ലോക്ക് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കീ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ, വാഹനം ഇപ്പോൾ സ്റ്റാർട്ടായി. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് വരുമ്പോൾ വാഹനം എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്തിരിക്കും. വാഹനത്തിന് നല്ല ചൂടായിരിക്കും, വെയിലത്തൊക്കെ പാർക്ക് ചെയ്തതിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ AC ഓൺ ആകുമ്പോൾ വാഹനത്തിൻ്റെ ചൂട് നമ്മൾ വന്ന് വാഹനത്തിൽ കയറുന്ന സമയം കൊണ്ട് ആ ഒരു ചൂട് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ട് ഇതും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതും ഈ ഒരു കീ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു മികച്ച ഫീച്ചറായി ഞാൻ കാണുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആറാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ ഏഴാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഇത് തന്നെയാണ്. ഈ ഒരു പാനോരമിക് സൺറൂഫാണ്. അതായത് വളരെ വലിയ വൈഡായിട്ടുള്ളൊരു സൺറൂഫാണ്. അതും ഈ ഒരു സെഗ്മെൻറ്റിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സൺറൂഫ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്.
ഈ ഒരു വാഹനത്തിൻ്റെ 8ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സീറ്റ് തന്നെയാണ്. സീറ്റിൽ നിരവധി പ്രത്യേകതകളുണ്ട്. ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്, അത് സാധാരണ വാഹനങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ ഇത് പിൻഭാഗത്തെ സെക്കൻഡ് റോയിലെ സീറ്റുകൾ അതും വെന്റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിൻഭാഗത്ത് വെന്റിലേറ്റഡ് സീറ്റുകളുള്ള സെഗ്മെൻറ്റ് ഫസ്റ്റ് വാഹനമാണ്, ഈ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വാഹനമാണിത്. ഒപ്പം തന്നെ ഈ ഒരു സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സീറ്റ് നമുക്ക് മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനും സാധിക്കും. അതായത് ഇത് കണ്ടില്ലേ, നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ സീറ്റാണ് ഈ ഒരു വാഹനത്തിൻ്റെ 8ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഈ ഒരു ഫ്രണ്ടിലത്തെ കോക്ക്പിറ്റ് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഡിസൈൻ ഇതുവരെയുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഫ്രണ്ട് ഡിസൈനാണ്. ഒപ്പം തന്നെ ഈ ഒരു 30 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയും, അതായത് ട്രിനിറ്റി പനോരമിക് ഡിസ്പ്ലേ എന്നാണ് ഇതിന് പറയുക. അത് 30 ഇഞ്ചുണ്ട്, അത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇവിടെ AC-യുടെ കൺട്രോൾ, ഇവിടെ നമുക്ക് ക്ലസ്റ്റർ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് അഡാസ് ലെവൽ 2 ആണ്. 16 ഓട്ടോണമസ് ഫീച്ചർ, അതായത് നമുക്ക് ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട അസിസ്റ്റ് 16 ടൈപ്പ് ഓഫ് അസിസ്റ്റുകൾ ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. അത് ലെയിൻ കീപ്പ് അസിസ്റ്റ് അടക്കം, മുന്നിൽ പോകുന്ന വാഹനത്തെ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നതടക്കം, അങ്ങനെ 16 ഓട്ടോണമസ് ഫീച്ചർ അടക്കമുള്ള അഡാസ് ലെവൽ 2 ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ നോക്കി. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് അടുത്ത് അറിയേണ്ടതുണ്ട്. വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ്, ഒരു മസ്കുലർ ഫീലൊക്കെ നൽകുന്നുണ്ട്. മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതല്ലേ, ഈ ഒരു പോർഷനിൽ ഒന്നും നൽകിയിട്ടില്ല. സാധാരണ പല വാഹനങ്ങളിലും ഈ ഒരു പോർഷനിൽ DRലൊക്കെ നൽകാറുണ്ട്, ഇതൊന്നും നൽകിയിട്ടില്ല. ഇത്രയും പോർഷൻ ഫ്രീ ആണ്. ഇവിടെയാണ് DRലും ഹെഡ് ലാമ്പും നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ്, കണ്ടോ, വളരെ വലിയ ഹെഡ് ലാമ്പ്, ഐസ് ക്യൂബ് ഡിസൈനുള്ള ഹെഡ് ലാമ്പും DRലും ആ DRൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട്, വളരെ വലിയതാണ്. ഇവിടെ കിയയുടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഇവിടെയൊക്കെ നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ 360യുടെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു അലൂമിനിയം ഡിസൈനോട് കൂടിയ ഒരു സ്ക്രിപ്റ്റ് പ്ലേറ്റൊക്കെ നൽകിയിട്ടുണ്ട്, അതാണ്. പിന്നീട് ഇവിടേക്ക് മുൻഭാഗത്ത് വരുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ അവിടെ അഡാസിൻ്റെ ഒരു റഡാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മുൻഭാഗത്തെ ഡിസൈൻ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് സെൻസറുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻഭാഗത്തെ കാഴ്ചകൾ അത്രയൊക്കെയാണ്. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഒരു ഹെഡ് ലാമ്പ് വശത്തേക്ക് ഒഴുകിയിറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു പോരായ്മയല്ല, നമ്മുടെ നിരത്തുകളിൽ നമ്മുടെ വാഹനങ്ങൾ ഇവിടെ അധികം ഉപയോഗിക്കുന്ന ആളുകളുള്ളതുകൊണ്ട്, ആളുകളെ കാണുന്നത് കൊണ്ട് ഒരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നത് ഈ കോർണറിൽ ഈ ഒരു ലൈറ്റ് വേണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പല വാഹനങ്ങളിലും കാണുന്നതാണ്, ഈ ഒരു കോർണർ പലപ്പോഴും സ്ക്രാച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉരഞ്ഞ് മറ്റു വണ്ടികളുടെ മതിലിലോ ഒക്കെ തട്ടി ഉരഞ്ഞ് ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല, അത് ഡിസൈൻ വൈസ് നോക്കുമ്പോൾ വളരെ മനോഹരം തന്നെയാണ്. അപ്പോൾ അതാണ്. പിന്നീട് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ പോർഷൻ വശത്തേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെൻസർ, അതായത് ഈ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഈ വശത്തായിട്ട് സെൻസർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതാ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ്, ഇവിടെയാണ് ആ ഒരു സെൻസർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ വീലാർച്ച്, അത് ബമ്പറിൽ നിന്നും കണക്റ്റഡ് ആണ്, ബ്ലാക്ക് ഫിനിഷോട് കൂടിയ, അതായത് വീലാർച്ചാണ് നൽകിയിട്ടുള്ളത്. ഇനി ടയറിലേക്ക് വരുമ്പോൾ 215 55 പ്രൊഫൈലുള്ള 17 ഇഞ്ചിൻ്റെ ടയറുകളാണ്. അലോയ്സും വളരെ മനോഹരമായ ഡിസൈനോട് കൂടിയ അലോയ്സാണ് നൽകിയിട്ടുള്ളത്. ഇത് 3 മോഡലിൽ വരുമ്പോൾ 3 ടൈപ്പ് ഓഫ് അലോയ്സ് വരും. ഇതിപ്പോൾ ഫുൾ ഓപ്ഷനാണ്. ഇതിലേക്ക് വരുമ്പോൾ ഈ അലോയ്സാണ്. ഇതിന് താഴത്തെ വേരിയൻ്റ് വരുമ്പോൾ മറ്റൊരു ഡിസൈനുള്ള അലോയ്സാണ്. പിന്നീട് താഴേക്ക് വരുമ്പോൾ സ്റ്റീൽ ട്രിമാണ്, അതിലും മനോഹരമായൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ കാഴ്ചകൾ. പിന്നീട് വശത്തേക്ക് വരുമ്പോൾ ബോഡി കളർ തന്നെയാണ് ഈ ഒരു മിറർ വരുന്നത്, ബോഡി കളറാണ്. ഇതിൻ്റെ താഴെ ഇവിടെ 360 ക്യാമറ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ്, ഇതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഒരു പ്രൊജക്ടർ ലൈറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് രാത്രിയിലൊക്കെ നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അതായത് വാഹന കീ കയ്യിലുള്ള ആൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ടാവും. ഈ ഒരു പോർഷനിൽ
ഒരു ലൈറ്റും അതിൽ കിയയുടെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. അതാണ് അവിടുത്തെ കാര്യം. പിന്നീട് വരുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനിലുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. അത് സാധാരണ നമുക്ക് നേരെ ഒരു കട്ട് വിൻഡോ ആണെങ്കിൽ ഇതൊരു അവിടെ ഒരു ഒഴുകിയ ഒരു ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. ആ വിൻഡോയ്ക്കും വളരെ മനോഹരമാണ് ആ ഒരു വിൻഡോ. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റാണ്. പിന്നീട് വശത്തേക്ക് വരുമ്പോൾ ഈ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആ ഒരു വിൻഡോയും അത് വളരെ വലിയ വിൻഡോ തന്നെ നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം പിൻഭാഗത്തിരിക്കുന്ന സെക്കൻഡ് റോയിലിരിക്കുന്നവർക്ക് വലിയ വ്യൂ നൽകത്തക്ക രീതിയിലുള്ള വലിയ ആ ഒരു വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ചെറിയ കോർണർ ഗ്ലാസ് പോലെ ഒരു പോർഷൻ, അതായത് പകുതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ബാക്കി ഒരു കോർണർ ഗ്ലാസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ്. പിന്നീട് ഇവിടേക്കൊക്കെ വരുമ്പോൾ ചെറിയ ബൾജ് ചെയ്ത ഡിസൈനൊക്കെ ഉണ്ട്. അതായത് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബൾജ് ചെയ്ത് പുറത്തേക്ക് ഒന്ന് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഡോറിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടെയും നമ്മുടെ ബമ്പറിൽ നിന്നും വീൽ ആർച്ച് വഴി കണക്ട് ചെയ്ത് വരുന്ന പോർഷൻ അത് വശത്തുമുണ്ട്. പിൻഭാഗത്തെ വീൽ ആർച്ചിലും അതുണ്ട് എന്നുള്ളതാണ്. പിൻഭാഗത്ത് ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്. മുകളിലേക്ക് വരുമ്പോൾ അലുമിനിയം ഫിനിഷോട് കൂടിയ റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു വശക്കാഴ്ച. നമുക്ക് വാഹനത്തിൻ്റെ പിൻഭാഗത്തെ കാഴ്ചയിലേക്കാണ് പോകേണ്ടത്. ആ പിൻഭാഗത്തെ കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ആകർഷണം ഇവിടേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഇവിടെ ആ ഒരു DRL കണക്റ്റായ പാർക്ക് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം താഴെ ടെയിൽ ഇൻഡിക്കേറ്ററും ഒപ്പം തന്നെ റിവേഴ്സ് ലൈറ്റും ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതായത് 2 യൂണിറ്റാക്കി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു യൂണിറ്റ് ഇവിടെയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹെഡ് ലാമ്പിന് സമാനമായ രീതിയിൽ പിൻഭാഗത്താണെങ്കിൽ ആണെന്ന് ചോദിച്ചാൽ പിൻഭാഗത്താണ്, എന്നാൽ വശത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഉണ്ട്. മുകളിൽ നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ പാർക്കും ഒപ്പം തന്നെ ബ്രേക്ക് അത് സ്റ്റോപ്പ് ലാമ്പ് അവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ റിയർ ആ ഒരു വൈപ്പർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നിലേക്ക് വരുമ്പോൾ 4 സെൻസർ പിൻഭാഗത്തുണ്ട്. 360യുടെ ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിലൊരു ഷാർഫിൻ ആൻറ്റിന മുകളിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് വശത്തെ കാഴ്ചകൾ. വശത്തെയും പിൻഭാഗത്തെയും കാഴ്ചകൾ ഇത്രയാണ്. പിന്നെ ഒത്ത നടുവിൽ കിയയുടെ ഒരു ബാഡ്ജിങ്, ഇവിടെ സിറോസിൻ്റെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ആളുകളുടെ കൺസേൺ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സീറ്റ്, പിൻഭാഗത്തെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്ന സീറ്റുകളാണ് പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എത്രയുണ്ടാവും എന്നത് ആൾക്കാർക്ക് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കിയാൽ വിശാലമായ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനുള്ളത്. 300-ന് മുകളിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. അത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് സീറ്റ് പരമാവധി ബാക്കിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 300-ന് മുകളിൽ ബൂട്ട് സ്പേസ് ഉണ്ട്. അത് നോർമൽ രീതിയിലേക്ക് വെക്കുന്ന സമയത്ത് അത് നമുക്ക് 400-ന് മുകളിലേക്ക് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബൂട്ട്സിൻ്റെ സ്പേസ് കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു 300-ന് മുകളിൽ ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് കിയ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. പറഞ്ഞ പോലെ കുറേയധികം കാഴ്ചകൾക്കപ്പുറത്തേക്ക് കുറേയധികം ഫീച്ചേഴ്സ് നൽകിയൊരു വാഹനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാഴ്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ്. ഡിസൈൻ വൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിസൈൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നിരത്തുകളിൽ കണ്ടുകൊണ്ടിരുന്ന പല വാഹനവുമായി സാമ്യം തോന്നാവുന്ന രീതിയിലുള്ള ഡിസൈനാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിൽ നിന്നും വ്യത്യസ്തമായി ആ ഡിസൈനുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആ ഒരു തോട്ടിൽ നിന്ന് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെ നമുക്ക് പഞ്ചുമായി ഒരു സാമ്യം തോന്നിക്കാം, എവിടെയൊക്കെ വാഗണറുമായിട്ടൊക്കെ സാമ്യം തോന്നിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് എന്തായാലും നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറേ അധികം കാഴ്ചകൾ ഈ ഒരു വാഹനത്തിൽ ഉണ്ട്. അതായത് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓണാക്കിയതിന് ശേഷം ബാക്കി കാര്യം പറയാം. കാരണം കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇതല്ലേ, ഇത് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് 3 ഡ്രൈവർ ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്രൈവർ 1, ഡ്രൈവർ 2, ഗസ്റ്റ്, അങ്ങനെ 3 ഡ്രൈവർ ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ
വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഗസ്റ്റ് ഡ്രൈവർ കൊടുക്കാം. ഒരു 3ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു എന്താണ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്ക്രീൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. വളരെ വലിപ്പമുള്ള ഒന്നാണ്. എന്താണ് വളരെ പനോരമിക്കായിട്ട് ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും. അത് ഈ വശത്തു നിന്ന് തുടങ്ങി ഏകദേശം നടുഭാഗം വരെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ഉള്ളത്. 3 പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് നമ്മളുടെ എന്താണ് വെതർ അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഇതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ വരെ. ഇതിന് നടുവിലായി ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേ ആണ്. നമ്മുടെ AC-യുടെ കൺട്രോളുകൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ക്ലസ്റ്ററാണ്. നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ, വാഹനത്തിൽ സംബന്ധിച്ച മറ്റ് എന്താണ് ഇൻഫർമേഷൻസൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ടേൺ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഏത് വശത്തേക്കാണോ ഇൻഡിക്കേറ്റർ ഇടുന്നത് ആ വശത്ത് ഈ ഒരു റൗണ്ടിനുള്ളിൽ ആ ക്യാമറ 360 ക്യാമറ ഡോറിലെ ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ വ്യൂ നമുക്ക് ഇതിനുള്ളിൽ കാണാം എന്നുള്ളതാണ്. പിന്നീട് ഇതിലേക്ക് വന്നാൽ ഇതിനും കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. കിയ കണക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ വാഹനം നമുക്ക് എന്താണ് നമ്മളുടെ ഡിവൈസുമായി സ്മാർട്ട് ഡിവൈസുമായി ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ കുറേയധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹോം ആപ്പ്, സെർച്ച്, മീഡിയ, വോളിയം കൺട്രോൾ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ AC-യുടെ വെൻ്റാണ് നൽകിയത്. അത് ഒരൊറ്റ ലൈനായിട്ട് നൽകിയിരിക്കുന്നു. അതിനിടയിൽ AC-യുടെ വെൻറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് ഈ ഒരു നമ്മളുടെ ഡാഷ്ബോർഡിൻ്റെ എൻഡ് ടു എൻഡ്, ആ എൻഡിൽ നിന്നും തുടങ്ങി ഈ എൻഡിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നീളത്തിലുള്ള ഡിസൈൻ, അതിൽ തന്നെ കട്ട് ചെയ്ത് ഈ വശത്ത് ഒരു AC-യുടെ വെൻറ്റ്, നടുക്ക് 2 AC-യുടെ വെൻറ്റ്, ഇവിടെ ഒരു AC-യുടെ വെൻറ്റ്, അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ AC-യുടെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകൾ, അതായത് നമ്മൾ ഫാനിൻ്റെ സ്പീഡ്, മോഡ്, ഓട്ടോ, ടെമ്പറേച്ചർ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുവരെ കണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ചാർജിങ് പോർട്ടുകളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ 2 ടൈപ്പ് C നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടുണ്ട്. അത് ഇത് കണ്ടില്ലേ, നമുക്കിവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന രീതിയിൽ ഇതിനുള്ളിലാണ് ചാർജിങ് പോർട്ടുള്ളത്. ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഇത് കണ്ടില്ലേ, ഇത് ഒരു ടൈപ്പ് C നൽകിയിട്ടുണ്ട്. ഈ ടൈപ്പ് C നമുക്ക് ചാർജറായിട്ടും ഒപ്പം തന്നെ നമുക്ക് USB ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും. ഇതിപ്പം നമുക്ക് USB ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം, ചാർജറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, മൊബൈൽ കണക്ട് ചെയ്യാം. ഇതിലേക്ക് വന്നാൽ ചാർജറായിട്ട് മാത്രം ഉപയോഗിക്കാം. ആ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോർട്ട് നൽകിയിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് പോർഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ഒരു ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത്. ഗിയറിൻ്റെ ആ ഒരു ലിവർ ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പാർക്ക് അസിസ്റ്റും ഒപ്പം 360 വ്യൂവിൻ്റെ ക്യാമറയുടെ കാണുന്നതിനുള്ള സ്വിച്ചും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് പ്ലസ് കപ്പ് ഹോൾഡർ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ഇതിനുള്ളിലൊരു സ്വിച്ച് ഉണ്ട്. അത് പുഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ സ്വിച്ച് അതിനുള്ളിലെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കപ്പ് ഹോൾഡറാക്കി മാറ്റാൻ സാധിക്കും. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ്, ചെറുതല്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജിന് മുകളിലായിട്ട് നമുക്ക് എയർ പ്യൂരിഫയറും നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടേക്ക് വന്നാൽ ഒരു കോക്പിറ്റ് ഫീൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതുവരെ നമ്മൾ കണ്ട നമ്മുടെ നിരത്തുകളിലുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു മുൻഭാഗത്തൊക്കെ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലോ ബോക്സ് ചിൽഡ് അല്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അഡാസിൻ്റെ ഒരു റഡാർ അവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇതുണ്ടല്ലേ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലായിട്ട് ഇവിടെ നടുവിൽ എന്നല്ല, നടുവിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി കിയയുടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു വശത്ത് ക്രൂയിസ് കൺട്രോളും അഡാസിൻ്റെയും ഒക്കെ ആ ഒരു ഫംഗ്ഷൻ സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. ഇവിടേക്ക് വന്നാൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകൾ, വോളിയം കൺട്രോൾ, ഫോൺ കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. ഇവിടെ ഡ്രൈവ് മോഡിനുള്ള സ്വിച്ചും ഇവിടെ ട്രാക്ഷൻ മോഡിനുള്ള സ്വിച്ചും നൽകിയിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ പാഡിൽ ഗിയർ ഷിഫ്റ്റേഴ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഫീച്ചേഴ്സ് അതാണ്. പിന്നീട് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മളുടെ ഈ ഒരു വെന്റിലേറ്റഡ് സീറ്റുകൾ എന്നുള്ളത്. ഈ വെന്റിലേറ്റഡ് സീറ്റുകളുടെ കൺട്രോൾ സ്വിച്ചുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ
നമുക്ക് ഈ ഒരു എല്ലാ ഡോറിലും 4 ഡോറിലും ഈ ഒരു ഭാഗത്തായിട്ടാണ് സീറ്റുകളുടെ ആ ഒരു കൺട്രോൾ സ്വിച്ചുകൾ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ സൺഗ്ലാസ് വെക്കുന്നതിനുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മളുടെ വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ നമുക്ക് ആ വാഹനത്തിലുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് ഇതുണ്ടല്ലേ, ഇത് 4 ലൈറ്റും ഒരുപോലെ, ഡോർ ഓപ്പൺ ആയാൽ 4 ലൈറ്റും ഒരുപോലെ കത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് ഒരു കൺട്രോൾ നൽകിയിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് അല്ലാതെ തന്നെ നോർമലി നമുക്ക് ആ ലൈറ്റ് ഓൺ ആക്കുന്ന സ്വിച്ചാണ് നൽകിയിട്ടുള്ളത്. സൺറൂഫ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ചുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഇതിനുള്ള ആംബിയൻ ലൈറ്റുകളാണ് കേട്ടോ. നമുക്ക് വിവിധ കളറുകളിൽ കിയ കണക്ട് ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആംബിയൻ ലൈറ്റുകൾ ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം, കിയ കണക്ട് ഉപയോഗിച്ച് നമുക്ക് നിരവധി ഫീച്ചേഴ്സ് ഇതിനുള്ളിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സൺറൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഹേ കിയ ഓപ്പൺ സൺറൂഫ്, അല്ലേ, നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഹേ കിയ ഓപ്പൺ വിൻഡോസ്, മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സീറ്റിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വളരെ മനോഹരമായ പ്രീമിയം ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഡ്യുവൽ ടോൺ ആണ് കേട്ടോ. ഇത് വാഹനത്തിൻ്റെ കളർ മാറുന്നതിനനുസരിച്ചും വേരിയൻ്റ് മാറുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനും ഈ ഒരു കളർ തീമും ഒക്കെ ചേഞ്ച് ആവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനുള്ള ഓഡിയോ സിസ്റ്റമാണ്. ഹർമൻ്റെ കാർഡൺ എന്ന് പറയുന്ന പ്രീമിയം ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. അത് വളരെ മനോഹരമായ നമുക്കെന്താണ് സൗണ്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വന്നാലും നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ഫീച്ചേഴ്സ് സെക്കൻഡ് റോയിലും നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നമ്മൾ നേരത്തെ പറഞ്ഞ വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾ സ്വിച്ച് നൽകിയിട്ടുള്ളത്. 4 ഡോറിലും ഈ ഒരു ഭാഗത്തായാണ് കൺട്രോൾ സ്വിച്ച് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, നമുക്ക് ബ്ലൈൻഡ് കർട്ടൻ നൽകിയിട്ടുണ്ട്. അത് പിൻഭാഗത്തെ 2 ഡോറിലും നൽകിയിട്ടുണ്ട്. 2 വിൻഡോയിലും ഈ ഒരു ബ്ലൈൻഡ് കർട്ടൻ നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ? മറ്റൊരു ആകർഷണം നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ഇതാ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് പ്രത്യേകത സീറ്റാണ്. ഈ സീറ്റ് നമുക്ക് ഇതുണ്ടല്ലേ, നമുക്ക് സുഖമായി കിടന്ന് ഉറങ്ങി പോകാൻ സാധിക്കും. അപ്പം മുന്നിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു പ്രത്യേകത. മറ്റൊരു കാര്യം, നമുക്ക് സീറ്റിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കും നീക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും ഒപ്പം 2 കപ്പ് ഹോൾഡറുകൾ നൽകിയിട്ടുണ്ട്. അത് മടക്കി വെച്ചാൽ 3 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ പിൻഭാഗത്തേക്കുള്ള 2 AC വെൻറ്റുകൾ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്മാർട്ട് എയർ പ്യൂരിഫയർ. അത് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. സ്മാർട്ട് പ്യൂർ എയർ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾ ഒക്കെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട്, നമുക്ക് മൊബൈൽ അവിടെ വെക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്പേസ് നൽകിയിട്ടുണ്ട്. 2 സീറ്റിലും പിൻഭാഗത്ത് ചെറിയ പോക്കറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പിൻഭാഗത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇവിടേക്ക് വന്നാൽ നമുക്ക് ഇതുണ്ടല്ലേ, നല്ല എന്താണ് ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് മുൻപിൽ സീറ്റ് അത്യാവശ്യം പിന്നിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടല്ല, എന്നാലും അത്യാവശ്യം പിന്നിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ നല്ല ലെഗ് സ്പേസ് വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വാഹനത്തിലെ സ്പേസ് പരമാവധി കിയ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. കാരണം എവിടെയൊക്കെ നമുക്ക് സ്ഥലം കണ്ടെത്താൻ സാധിക്കും അവിടെയൊക്കെ സ്ഥലം കണ്ടെത്തി അത് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു കാറിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയ ബൂട്ട് സ്പേസും ഇത്രയും വലിയ ലെഗ് സ്പേസും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ കിയ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇത്രയും ബൂട്ട് സ്പേസും തന്നിട്ടുണ്ട്. നമുക്ക് പിന്നിരിക്കുന്നവർക്ക് ഇത്രയും കംഫർട്ടായിട്ടിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലെഗ് സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് കിയ സിറോസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട 2 കാര്യം, ഒന്ന് വാഹനത്തിൻ്റെ മൈലേജാണ്. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഇതുവരെ ARI സർട്ടിഫൈഡ് മൈലേജ് പുറത്ത് വിട്ടിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഏകദേശം ഒരു 19-20 അടുത്ത് മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു വാഹനത്തിന് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ വിലയാണ്. വില 9 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 17 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിന് വിവിധ വേരിയൻറ്റുകളായിട്ടുള്ള എക്സ്ഷോറൂം വില വരുന്നത് എന്നുള്ളതാണ്.
മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഇന്ന് ഡ്രൈവിന് വേണ്ടി ഈ ഒരു വാഹനം എടുത്തിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കിയയുടെ ഡീലർഷിപ്പായിട്ടുള്ള ഇൻജിയോൺ കിയയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ അവർ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരും. നമ്മൾ പല എപ്പിസോഡുകളിലും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു വാഹനം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ മറക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഇൻജിയോൺ കിയയിൽ പോലെ അവരതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം അതിവിടെ പൂർണ്ണമാവുകയാണ്. ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം അതിവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം പുതിയ വിശേഷമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.